സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ വർഷം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 59/2024. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? തന്നിരിക്കുന്നത് കുളച്ചൽ യുദ്ധം, കുണ്ടറ വിളംബരം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. കാലഗണനാക്രമം ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ്. കുളച്ചൽ യുദ്ധം 1741. കുണ്ടറ വിളംബരം 1809. ആറ്റിങ്ങൽ കലാപം 1721. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3142. ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണം ഉടമ്പടി, കുണ്ടറ വിളംബരം. അടുത്ത ചോദ്യം: ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്ന സംഭവങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം എന്നിവയാണ്. ഇത് ചേരുംപടി ചേർക്കാൻ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ. ഫ്രഞ്ച് വിപ്ലവം, വോൾട്ടയർ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, സൈമൺ ബോളിവർ. റഷ്യൻ വിപ്ലവം, ട്രോട്സ്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം തോമസ് പെയിൻ, ഫ്രഞ്ച് വിപ്ലവം വോൾട്ടയർ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സൈമൺ ബോളിവർ, റഷ്യൻ വിപ്ലവം ട്രോട്സ്കി. അടുത്ത ചോദ്യം: 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്: 1857 കലാപം ആരംഭിച്ചത് അവധിലാണ്. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. 1857 കലാപത്തിനു ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ശരി ആയത് ഏതെല്ലാം എന്നതാണ് ചോദ്യം. ശരി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം ശരിയാണ്. കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നു. ശരിയാണ്. 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ശരിയാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1857 കലാപം ആരംഭിച്ചത് അവധിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കലാപം ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ഇനി ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നു. ഫൈസാബാദിൽ കലാപം നയിച്ചത് ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിലെ കലാപം നയിച്ചത്. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് ശരി അല്ലാത്തത്? ശരി അല്ലാത്തത് തന്നിരിക്കുന്നു. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അപ്പം അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. ശരിയാണ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയാണ്. ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണുള്ളത്. ശരിയാണ്. അന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്, ചുമതലയേറ്റത് 2017 ചുമതലയേറ്റത്. 2017 ചുമതലയേറ്റു.
ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ചിത്രം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. ഉപകരണത്തിന്റെ പേര് സ്റ്റീരിയോസ്കോപ്പ്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് താപീയ മധ്യരേഖ. താപീയ മധ്യരേഖ. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിബുലേക്ക് ചുരമാണ്. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലിബുലേക്ക് ചുരം. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയാണ്? പൂർവ്വതീര കനാലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ദേശീയ ജലപാത 5 ഉത്തരം വരുന്നത്. ദേശീയ ജലപാത 5 ബ്രഹ്മണി മഹാനദി ഡെൽറ്റ. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? 2023 എവിടെയാണ്? രാജസ്ഥാനിൽ പുതിയതായിട്ട് സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? സോർസൻ ആണ്. സോർസൻ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന്റെ പേര് സോർസൻ. എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഏത് വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 2023. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. നബാർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ: കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ആസ്ഥാനം മുംബൈ. ശിവരാമൻ കമ്മിറ്റി 1982 സ്ഥാപിച്ചു. നബാർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക് ഏതാണ്? നബാർഡാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ശിവരാമൻ കമ്മിറ്റി നബാർഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1982 സ്ഥാപിച്ചു. 1982 സ്ഥാപിച്ചു. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966-69. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966-69. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്. നരസിംഹറാവു ആണ്. നരസിംഹറാവു. വർഷം 1991. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് എന്തിന്റെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് തന്നിരിക്കുന്നു. താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം, രാഷ്ട്രീയപരമായ വിധേയത്വം, തൊഴിൽ വൈദഗ്ധ്യം. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 3 എന്നിവ സവിശേഷത അല്ലാത്തതാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം ശരിയാണോ? ഉദ്യോഗസ്ഥ വൃന്ദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
തൊഴിൽ വൈവിധ്യവും ഉദ്യോഗസ്ഥ വൃന്ദമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിവരാവകാശ കമ്മീഷണർ കേരളത്തിലെ ആരാണ്? വി ഹരി നായർ IAS ആണ്. വി ഹരി നായർ IAS ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം രണ്ടാം വായനയാണ്. രണ്ടാം വായന. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ തന്നിരിക്കുന്നു. യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരമുണ്ടാകും. പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 1 മാത്രം. 2, 1. അടുത്ത ചോദ്യം, പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത് കുട്ടി. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ. സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായിട്ട് ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി. വെബ് പോർട്ടലിന്റെ പേര് സുനീതി. കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായിട്ട് ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് സുനീതി. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര്. കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് രംഗശ്രീ. പദ്ധതിയുടെ പേര് രംഗശ്രീ. അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ്? തെറ്റായിട്ടുള്ള വസ്തുതകൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. തന്നിരിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് ആണ്. അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. തെറ്റായ വസ്തുതകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയായിട്ടുള്ള വസ്തുതകളാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? നിയമവാഴ്ച എന്ന ആശയം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അനുച്ഛേദം 14 നിയമത്തിനു മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. അനുച്ഛേദം 14 നിയമത്തിനു മുന്നിലെ തുല്യതയ്ക്ക് വേണ്ടി. ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി പ്രാഥമിക ഉപഭോക്താക്കളാണ്. പ്രാഥമിക ഉപഭോക്താക്കൾ. ജീവിബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും
മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് കമൻസലിസം. കമൻസലിസം. ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് കമൻസലിസം. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ജീൻ ബാങ്കുകളാണ്. ജീൻ ബാങ്കുകൾ ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്. ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്ത്? ഹീമോഡയാലിസിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്ത്? ഹെപ്പാരിനാണ്. ഹെപ്പാരിൻ. 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീമൻ നാരായണൻ. ശ്രീമൻ നാരായണൻ. താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ ബലം. വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ ബലം. ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം എത്ര? പാലായന പ്രവേഗം ഭൂമിയുടെ ഉപരിതലത്തിൽ എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ഭൂമിയുടെ ഉപരിതലത്തിൽ പാലായന പ്രവേഗം. മൂന്നാം വർഗ ഉദ്ദോലകത്തിന് ഉദാഹരണം ഏത്? മൂന്നാം വർഗ ഉദ്ദോലകത്തിന് ഉദാഹരണം ചവണയാണ്. ചവണ. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ്. ഒരു ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണം. ഒരു ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണം ഓപ്ഷൻ സി ആണ്. ZnO, സിങ്ക് ഓക്സൈഡ്. ഒരു ആംഫോടെറിക് ഓക്സൈഡിന് ഉദാഹരണമാണ് സിങ്ക് ഓക്സൈഡ്. കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? Hg ആണ്. Hg, മെർക്കുറി. മെർക്കുറിയാണ് തന്നിരിക്കുന്നതിൽ കപട സംക്രമണ മൂലകം. അടുത്ത ചോദ്യം, ഒരു ഗ്രാഫ് തന്നിരിക്കുന്നു. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹം. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? നിയോഡിമിയമാണ്. നിയോഡിമിയം. ലോഹം ഏതാണ്? നിയോഡിമിയം. എന്തിനു വേണ്ടിയിട്ടാണ്? ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം. അടുത്ത ചോദ്യം, അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തന്നിരിക്കുന്നു. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാംഗമായിരുന്നു. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചു. അയ്യങ്കാളിയെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. തിരുവനന്തപുരം കണ്ണമൂലയിൽ ജനിച്ചു എന്ന് പറഞ്ഞത് തെറ്റാണ്. തിരുവനന്തപുരത്ത് വെങ്ങാനൂരാണ്. വെങ്ങാനൂർ. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂരാണ്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. ശരിയാണ്. തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭാംഗമായിരുന്നു. ശരിയാണ്. വില്ലുവണ്ടി സമരം നേതൃത്വം നൽകിയതാരാണ്? അയ്യങ്കാളിയാണ്. ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിത ആര്?
ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യത്തെ വനിതയാണ് പി.ടി. ഉഷ. കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? കഥാപാത്രങ്ങൾ നോവലും തന്നിരിക്കുന്നു. സേതു, കാലം. രവി, ഖസാക്കിന്റെ ഇതിഹാസം. സുഹ്ര, ഡുപ്പാപ്പയ്ക്കൊരു ആനയുണ്ടാവുന്നത്. പപ്പു, ഓടയിൽ നിന്നും. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ള ജോഡി. അടുത്ത ചോദ്യം, പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? പേര് പിയാത്ത മൈക്കൽ ആഞ്ചലോയുടെ കലാസൃഷ്ടിയാണ്. ആരുടെ കലാസൃഷ്ടിയാണ്? മൈക്കൽ ആഞ്ചലോ. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആര്? റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് അഖിൽ പി ധർമ്മജനാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ്. സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏത്? ഉദാഹരണം വിൻഡോസ് ആണ്. ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? തന്നിരിക്കുന്നു. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. ഈ ഗവേണൻസിനെ പറ്റി ശരിയായിട്ടുള്ള പ്രസ്താവന. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 2. അടുത്ത ചോദ്യം, 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത്? 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഗേറ്റ്വേ ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? തന്നിരിക്കുന്ന സർക്കുലറുകൾ, കോൺട്രാക്റ്റുകൾ, അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ, ലോഗ് ബുക്കുകൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണോ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് വിവരാവകാശം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണാകുറ്റത്തിന് കേസെടുക്കുവാൻ കഴിയുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. അടുത്ത ചോദ്യം, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? തന്നിരിക്കുന്നു ഭാര്യയും ഭർത്താവും, രക്തബന്ധമുള്ള വ്യക്തികൾ, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ, മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഇനി വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 13/125 ദശാംശ രൂപം. ഓപ്ഷൻ ബി 0.104. 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? ഓപ്ഷൻ സി ആണ് ഉത്തരം. 11,025. ഏത് സംഖ്യയുടെ 75% 15? ഓപ്ഷൻ ഡി ആണ് 20. 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി ആണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം 30.
ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം 6. സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ്. ഓപ്ഷൻ ബി വികർണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതി. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം an+b. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഓപ്ഷൻ സി 105. 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുൻപ് സ്വെറ്ററിന്റെ വില എന്തായിരുന്നു? ഓപ്ഷൻ എ 800. 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയുവാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? 24. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആണ് വരുന്നത്. Each of the employees dash working hard. Each of the employees is working hard. She accused me dash talking loudly. She accused me of talking loudly. We have been living here dash 5 years. We have been living here for 5 years. Sina dash tomorrow to attend the wedding. Sina will come tomorrow to attend the wedding. It was dash Anemia's decision. ഓപ്ഷൻ എ ആണ് എ. It was a unanimous decision. It was a unanimous decision. One who treats skin disease is known as dermatologist. Do you mind dash the answers? Writing. Do you mind writing the answers? What is the meaning of word dormant? Inactive. The evening was dash than the morning. Hotter. The evening was hotter than the morning. Nothing will happen, will it? അടുത്തത് മലയാളം ചോദ്യങ്ങളാണ്. ശരിയായ പദം ഏത്? പദം അഗാധത. ഓപ്ഷൻ എ ആണ് ഉത്തരം അഗാധത. ലേൺ ബൈ ഹേർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്ത്? ഓപ്ഷൻ ഡി ആണ് ഹൃദ്യസ്ഥമാക്കുക. ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ആ ജന്മം. മഞ്ഞ് എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്ത പദം ഏത്? ഹരിണം. ദുഷ്ടൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി ശിഷ്ടൻ. വിള പുറത്തിട്ട് വേലിക്കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്ത്? പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ തീ പ്ലസ് കനൽ. നായകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? നായിക. ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഏത്? വാണി. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏത്? അധ്യാപകന്മാർ. ഈ ഒരു പരീക്ഷ നടന്നത് അസിസ്റ്റന്റ് കമ്പൈലർ എന്ന തസ്തികയിലേക്കായിട്ടാണ്. അപ്പോൾ ഇനി വരുന്ന 20 ചോദ്യങ്ങൾ ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.